ഇന്ന് എന്റെ കടകൾ അടച്ചിട്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ തോന്നിയാസം കാരണം. എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത കുറെ തൊഴിലാളികളുള്ള ഈ നാട്ടിൽ നമ്മളെ പോലെ പാവങ്ങളായ വ്യാപാരികൾക്കും ശക്തിയുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും കടകൾ അടച്ചിട്ട് ഹർത്താൽ ആചരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇത് എന്റെ കടയിൽ വന്നു, നാളെ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ കടയിലും ആവർത്തിക്കും. തൊഴിലാളികളുടെ ചൊൽപ്പടിക്ക് നമ്മൾ നിൽക്കണമോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ഒരു വ്യക്തിയുടെ തോന്നിയാസത്തിന് കൂട്ടുനിന്ന് എല്ലാവരും കടയടച്ച് ഹർത്താൽ ആചരിക്കണം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ കടയിലെ തൊഴിലാളികളോട് ഞാൻ മാന്യമായിട്ടേ പെരുമാറാറുള്ളൂ. അവരാരും എനിക്ക് പണിമുടക്ക് നോട്ടീസ് എന്നുള്ള വിശ്വാസവും ഇല്ല. തൊഴിലാളികളെ വെറും തെണ്ടികളായിട്ടോ കണ്ട അവർ ചിലപ്പോൾ സഹിച്ചെന്ന് വരില്ല. അവരർഹിക്കുന്ന എന്താണോ അതും കൊടുത്തു തീർക്കുന്നല്ലേ നല്ലത്. വെറുതെ നമ്മളെല്ലാരും ഒരു ദിവസം കടയടച്ചെന്നാ കച്ചവടം മുടക്കുന്നത്. കട പൂട്ടിയിട്ട് ഒരു ദിവസം 12,000 രൂപയുടെ കച്ചവടം പോകും. ഒപ്പം കൊച്ചുരസിയുടെ നേർച്ചപ്പെട്ടിയുടെ 10-30 രൂപയും. കടയടയ്ക്കാൻ സമ്മതിക്കണ്ടോ? ഞാൻ സമ്മതിക്കില്ല. എന്തോരം കച്ചവടം പോവുക. എന്റെ പലിശയും. ഇതിനു മുൻപ് മറ്റു പലരുടെയും ആവശ്യത്തിന് വേണ്ടി ഈ സമിതി ഹർത്താൽ ആചരിക്കാൻ പറഞ്ഞപ്പോ ഒരക്ഷരം മിണ്ടാതെ കട പൂട്ടിയിട്ടവനാണ് ഞാൻ. ഇന്ന് എന്റെ ഒരു ആവശ്യം വന്നപ്പോ എല്ലാവർക്കും ഒരു വിമ്മിഷ്ടം പോലെ. ന്യായമായ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ചെളി വാരി അറിയാൻ എനിക്കും പറ്റും. ഇനി എന്താ വേണ്ട സമിതി തീരുമാനിച്ചോ? കുത്തുവാക്കുകൾ എനിക്കെന്താണെന്ന് അറിയാം. പ്രസിഡന്റ് എന്ത് വേണമെന്ന് തീരുമാനിച്ചു. അടയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ അടയ്ക്കാം. പക്ഷെ അനങ്ങുമ്പോഴൊക്കെ ഹർത്താലായിരിക്കുന്ന ഏർപ്പാട് ഈ സമിതിക്ക് യോജിച്ചല്ലെന്ന് മാത്രം. തൊഴിലാളികളുടെ ഇടയിൽ അവരുടെ ഭീഷണി കണ്ട് ഭയപ്പെടുന്നവരല്ല നമ്മളെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ദിവസത്തെ ഹർത്താൽ ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു.